സങ്കീർത്തനങ്ങൾ 34-11 വാക്യം. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവ വചനത്തിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരിക്കലായി ചെയ്യേണ്ടതും ജീവിതകാലം മുഴുവൻ അനുസരിക്കുവാനുമുള്ളവ എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ഈ വചനത്തെ ആധാരമാക്കി ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, ദൈവമക്കളായ പ്രിയർക്ക് ശക്തമായൊരു ആഹ്വാനം, ശക്തമായി അനുസരിക്കുവാനും പാലിക്കുവാനുമുള്ള ഒരു ആഹ്വാനം സങ്കീർത്തനക്കാരനിൽ കൂടി ദൈവാത്മാവ് നൽകിത്തരികയാണ്. ഇവിടെ വേർപെട്ട ദൈവമക്കൾ ഒരിക്കലും അറിയാതെ പോലും ലംഘിക്കരുതാത്ത ഒരു പ്രമാണമാണ് ഈ ആഹ്വാനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ സഭയെ ഓർമ്മിപ്പിക്കുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു എന്നാണ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന സത്യം. പ്രിയരെ, നാം അനുസരിക്കുവാനുള്ള കൽപ്പനകളൊക്കെ അനുസരിക്കാതെയുള്ള ജീവിത നിലവാരവും പാട്ടും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ആത്മീയതയും ഒക്കെ ദൈവത്തിന് പ്രസാദകരമായ ആത്മീയത അല്ല എന്ന് തിരിച്ചറിയുന്നവരായി ഓരോ വിശ്വാസികളായ മക്കളും വളരണം. കൊലോസ്യർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോഴും ദൈവാത്മാവ് ഈ കൽപ്പനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിനും അനുസരിക്കുവീൻ എന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞതിനേക്കാൾ ഒരു വാക്കുകൂടി ശക്തമായി അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. സകലത്തിനും, ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സകലത്തിലും അനുസരിക്കണം എന്നതാണ്. അതായത് പേരുദോഷം ഉണ്ടാകാതിരിക്കുവാനോ കടമ നിറവേറ്റുവാനോ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനോ ഭരണകൂടത്തെ ഭയന്നുകൊണ്ടോ ചെയ്യേണ്ടതല്ല അനുസരണം എന്ന കൽപ്പന. പിന്നെയോ മക്കളായവർ അവരുടെ അമ്മയപ്പന്മാരെ സകലത്തിലും കർത്താവിൽ അനുസരിക്കണം എന്നതാണ് അവിടുത്തെ ഉപദേശം. തുടർന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ എന്നുള്ളതാണ്. വീണ്ടും ജനനം പ്രാപിച്ചവർ എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യരാണ് എന്നാണ് കർത്താവിൻ്റെ മഹാനിയോഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യം. പ്രിയരെ, രക്ഷ സ്വീകരിച്ച ഏവരും സ്നാനത്തിൽ കൂടി കർത്താവിൻ്റെ ശിഷ്യരാക്കപ്പെടുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ മക്കൾക്കുള്ള ഉപദേശമാണ് ഈ കൽപ്പന, അനുസരിക്കുവീൻ എന്ന കൽപ്പന. ഒരു ദിവസം കൊണ്ടോ ഒരു പ്രാവശ്യം കൊണ്ടോ അനുസരിച്ച് തീർക്കാൻ പറ്റുന്ന കൽപ്പനയല്ല ഇത്. ഒരായുഷ്കാലം മുഴുവൻ അർത്ഥാൽ ഒരായുഷ്കാലം കൊണ്ട് അനുസരിക്കേണ്ടതും നിലനിർത്തേണ്ടതുമാണ് ഈ കൽപ്പന. അങ്ങനെയായാൽ അത് യഹോവയോടുള്ള ഭക്തിയുടെ സ്നേഹപ്രകടനമായി മാറും എന്നത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭക്തിയുടെ മാനദണ്ഡം എന്താണ്? ഒരിക്കലായി അനുസരിക്കേണ്ടതായ കൽപ്പനകൾ അനുസരിച്ചു, ദൈവസഭയുടെ ഭാഗമായി ആരാധന മുടക്കാതെ അനുഭവിച്ചു പോരുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നു, കർത്തൃവേലക്കാരെ സാമ്പത്തിക നന്മ കൊടുത്ത് സഹായിക്കുന്നു എന്നുള്ളതൊക്കെയാണോ? അതോ എന്നും നാം അനുസരിക്കുവാനുള്ള കൽപ്പനകൾ കർത്താവിൽ സകലത്തിനും അനുസരിച്ച് കർത്താവിന് പ്രസാദകരമാകുന്ന ഭക്തി മുറുകെ പിടിക്കുവാൻ പോരാടുന്ന, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം നയിക്കുവാൻ പോരാടുന്നു എന്നുള്ളതാണ്? നാം നമ്മെ തന്നെ പരിശോധിച്ച് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. കൽപ്പനകൾ കർത്താവിൽ അനുസരിക്കുന്നവർക്ക് വാഗ്ദത്തങ്ങളുടെ നിവൃത്തി ഉണ്ടാകും എന്നുള്ളത് തിരുവചനം നമുക്ക് നൽകിത്തരുന്ന ഉറപ്പാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർക്ക് ന്യായപ്രമാണം നൽകിയത് മരണശിക്ഷയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് ദീർഘായുസ്സാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ദൈവവചനത്തിലെ ഒരു ചെറിയ ഉപദേശം പോലും ഏറ്റെടുക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം ഒരുവനിൽ പ്രസാദിക്കുന്നത്. യഥാർത്ഥ ദൈവവചന സ്നേഹികൾ ആരെന്ന ചോദ്യത്തിന് ദൈവവചനാനുസൃതമായി മാതാപിതാക്കളോട് ഇടപെടുന്ന വിശ്വാസികളായ മക്കളാണ് എന്നതാണ് ഇവിടെ ഉത്തരം നൽകപ്പെടുന്നത്. അവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്നത് ഒരു മാനുഷിക നിർദ്ദേശമല്ല, ഉപദേശമല്ല, ദൈവവചനത്തിന് കൽപ്പനയാണ്. കർത്താവിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, നാം കള്ളൻ എന്ന് വിളിക്കപ്പെടാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഒരിക്കലായി ചെയ്യേണ്ടതും ഒരു ജീവിതകാലം മുഴുവൻ തുടർന്ന് ചെയ്യേണ്ടതുമായവ എല്ലാം അനുസരിക്കും. ഈ അനുസരണമാണ് ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹവും ഭക്തി എന്ന് തിരിച്ചറിയുക, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നാം യഥാർത്ഥ ദൈവമക്കളോ ദൈവമക്കൾ എന്ന് പേരെടുത്തവരോ എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. യഥാർത്ഥ ഭക്തി എന്തെന്ന് നമുക്ക് ഉപദേശിച്ചു തരുന്ന ദൈവാത്മാവ് ഇന്നും അത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നാം ആ ഉപദേശത്തിന് ചെവി കൊടുക്കുമോ? ശിക്ഷാവധിക്ക് പകരം അനുഗ്രഹവും വാഗ്ദത്ത നിവൃത്തീകരണവും നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രിയരെ, നമുക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ മുന്നേറാൻ ഇടയാകണം. അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു അനുസരണമുള്ള ജീവിതം, അങ്ങനെ ദൈവാത്മാവിൻ്റെ പ്രസാദം പ്രാപിച്ച്, ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് പ്രാപിച്ച്, ദൈവാനുഗ്രഹം പ്രാപിച്ചുള്ള ജീവിതം പ്രിയരെ ഒന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കാൻ ഞങ്ങൾക്ക് നൽകിത്തരുന്ന ഈ നല്ല അനുഭവങ്ങൾക്കായി, അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരായും കർത്താവിനെ അനുസരിക്കുന്നവരായും ഈ ലോകത്തിന് ഞങ്ങളെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം തിരുവചന കേൾവിയാൽ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളെ തന്നെ പരിശുദ്ധന്റെ പാദപീഠയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പ അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ തീരുമാനത്തെ കൈക്കൊണ്ട് ഞങ്ങളെ മാനിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മാവിന്റെ ശക്തി പകരണമേ, വചനത്തിന്റെ ജ്ഞാനം പകർന്നു തരണമേ. ഒരിക്കലായി ഞങ്ങൾ ചെയ്യേണ്ടതും ജീവിതകാലം മുഴുവൻ അനുസരിക്കേണ്ടതുമായതുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ് സകലത്തിലും കർത്താവിൽ അനുസരണമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. സ്വർഗം ഞങ്ങളെ സഹായിക്കാൻ പോകുന്ന വൻകൃപയ്ക്കായി സ്തോത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജനം വിടുവിക്കപ്പെടട്ടെ. ഇന്നിൻ്റെതായ മറുപടികൾ സൗഖ്യമായും വിടുതലായും ഉയർച്ചയായും നന്മയായും കൃപയായും ഓരോരുത്തരുടെ മേലും പകർന്നു കൊടുക്കണമേ കർത്താവേ. സാക്ഷ്യമുള്ളവരായി വിടുതൽ അനുഭവിക്കുന്നവരായി ജീവിപ്പാൻ ഇന്ന് പകലിലും എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.